ഹലോ അങ്ങനെ ദാ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡിന്നർ വീഡിയോ ആണ്. ശരിക്കും ഈ ഡിന്നർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു കണ്ടൻറ്റ് ഇതാ നമ്മുടെ ഡിന്നർ വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് ഞാൻ വെറുതെ ചോദിച്ചാണ് ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങാമോ എന്ന് ഹസ്ബൻഡോട് ചോദിച്ചപ്പോഴത്തേക്കും വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മുടെ ചപ്പാത്തി ഉണ്ട്. ഇവിടെ എപ്പോഴും ഈ മോഡേൺ ചപ്പാത്തി മാത്രമേ വാങ്ങുള്ളൂ കേട്ടോ. ഇത് നമ്മൾ കടയിൽ പോയിട്ട് ഈ സാധനം ഇല്ലെങ്കിൽ വേറെ ഒരു കമ്പനിയുടേതും വാങ്ങാറില്ല. ഇത് എന്തോ പ്രത്യേകം മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് ഭയങ്കര കുറച്ചും കൂടെ മൈദയുടെ കണ്ടൻറ്റൊക്കെ കുറവാണ്, കുറച്ച് സോഫ്റ്റുമാണ്. എന്തോ എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. സത്യം അതിനകത്ത് എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിക്കിത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു ഫസ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കി വെക്കാം, അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചപ്പാത്തിയിൽ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മൈദയുടെ കണ്ടൻറ്റ് മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ കുറച്ചും കൂടെ കട്ടിയുണ്ടാവും. ചില ചപ്പാത്തിയൊക്കെ ആകുമ്പം തീരെ നൈസായിരിക്കില്ലേ, പക്ഷേ ഇത് അതിനെയൊക്കെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടെ കട്ടിയുള്ളത് പോലെ എനിക്ക് തോന്നാറുണ്ട്. എന്തായാലും എല്ലാവർക്കും ഇതാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ എല്ലാത്തിലും 10 ആയിരിക്കുമല്ലോ ഉണ്ടാവുന്നത്. അങ്ങനെ ഇതിലും 10 തന്നെയാണ്. എന്നാലും അത്രയും ഞാൻ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രം തൽക്കാലം എത്രയാണോ അത്രയും ഉണ്ടാക്കിയിട്ട് ബാക്കി ഫ്രിഡ്ജിനകത്ത് വയ്ക്കും കേട്ടോ. അങ്ങനെ ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ച് നോക്കിയാൽ എന്താണെന്ന്. എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണത് അതിൻ്റെ ഈ ഒരു കെട്ടൊക്കെ അടിച്ച് മാറ്റുക എന്നുള്ളത്. പിന്നെ ഈ റബ്ബർ ബാൻഡ് ഇട്ട് ചുറ്റി വയ്ക്കുമല്ലോ അവർ. ഞാൻ പിന്നെ വേണമെങ്കിൽ നമുക്കിതിനെ പൊട്ടിച്ചെടുക്കാം. പിന്നെ ഞാൻ റബ്ബർ ബാൻഡൊന്നും പൊട്ടിച്ചെടുക്കാറില്ല. കാരണം നമുക്ക് ചോറൊക്കെ കിട്ടുമ്പോഴത്തേക്കും ചോറിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ മെനക്കെട്ടിരുന്ന് എടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കറി എനിക്ക് ഇഷ്ടമില്ലാത്ത കറിയാണ്, വേറെ ഒന്നുമല്ല. നമ്മുടെ ബീഫ് ചിക്കൻ ഇട്ട് ഞാൻ ഇപ്പോൾ കുറേ നന്നായിട്ട് ബീഫ് കഴിക്കില്ല. എന്തോ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ബീഫൊന്നും. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, എല്ലാവർക്കും കൂടി തന്നെയാണ്. ഇത് അവർ അൽഫാം വാങ്ങിയിട്ടുണ്ട്. എൻ്റെയും പൊന്നുവിൻ്റെ ഫേവറേറ്റാണ് അൽഫാമും അതിൻ്റെ ഒരു മയോനീസും. ശരിക്കും ഇത് രണ്ടെണ്ണമല്ല, ഹാഫാണ്, 2 പീസേ കിട്ടുള്ളൂ. ഞങ്ങൾ 3 പേരുണ്ടല്ലോ. അങ്ങനെ അടിയാണ് കേട്ടോ. ശരിക്കും നല്ല രസമാണ് അങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് പിടിച്ചൊക്കെ കഴിക്കാനൊക്കെ. ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ വല്ലപ്പോഴേക്കൊക്കെ പുറത്തുനിന്നൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. പ്രത്യേകിച്ച് നമുക്ക്, കാരണം ഒരു നേരമെങ്കിലും അടുക്കളയിൽ കയറാതിരുന്ന അത്രയും നമുക്ക് സന്തോഷമായിരിക്കും കിട്ടുന്നതല്ലേ. അങ്ങനെ പൊന്നിന് ചപ്പാത്തി വേണ്ടെന്ന് പറഞ്ഞിട്ട് പൊന്നിന് വേണ്ടിയിട്ട് മാത്രം ഒരു 2 പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഈ ഒരു സാധനം ഇവിടെ ആരും കഴിക്കില്ല കേട്ടോ. വെറുതെ എടുത്ത് വയ്ക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാ സാധനവും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അൽഫാം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അധികം അങ്ങനെ ഭയങ്കര സ്പൈസിയൊന്നും അല്ലായിരുന്നു, എന്നാലും അത്യാവശ്യം എരിയും കുറച്ച് മസാലയൊക്കെ നല്ലതായിരുന്നു ഇപ്രാവശ്യം വാങ്ങിച്ചത്. പിന്നെ മയോനൈസ് ഇല്ലാതെ നമുക്കിത് കഴിക്കാനേ പറ്റില്ലല്ലോ. എനിക്കും പൊന്നിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മയോനൈസും. അങ്ങനെ മയോനൈസ്, നമ്മുടെ ബീഫ് ചില്ലി, പിന്നെ നമ്മുടെ ചപ്പാത്തി, പൊറോട്ട, കുബൂസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കുക, അത്രയേ വേണ്ടൂ. അപ്പോൾ നിങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.